നമസ്കാരം. ഇന്ന് നമ്മൾ ഇലോൺ മസ്കിന്റെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് ഗ്രോക്ക് 4, അതിനെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കുന്നത്. മസ്ക് പറയുന്നത് ഇത് മിക്ക PhDക്കാരെക്കാളും സ്മാർട്ടാണെന്നാണ്. ഒരു ഇന്റലിജൻസ് ബിഗ് ബാങ് എന്നൊക്കെയാണ് വിശേഷണം. ഗ്രോക്ക് 2വിനേക്കാൾ ഏകദേശം 100 മടങ്ങ് ഡേറ്റയിൽ ട്രെയിൻ ചെയ്തു എന്നും കേൾക്കുന്നു. അതെ, ടെക്സ്റ്റ്, ചിത്രം, ഓഡിയോ, എന്തിനേറെ ലൈവ് വീഡിയോ വരെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുമത്രേ. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം വരും, എന്താണ് ഈ ഗ്രോക്ക് 4? എന്തൊക്കെയാണ് ഇതിന്റെ ശരിക്കുള്ള കഴിവുകൾ? പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങളും ഉണ്ടായല്ലോ. ഉണ്ടായി, അതും നമുക്ക് പരിശോധിക്കണം. അപ്പോൾ ലോഞ്ച് അല്പം വൈകിയാണ് നടന്നതല്ലേ, 1 മണിക്കൂറോളം. അതെ, വൈകി. പക്ഷേ കാണിച്ച ഡെമോകൾ ശരിക്കും ശ്രദ്ധേയമായിരുന്നു. ഇൻഡി ഗെയിമിന്റെ കാര്യം, ഗെയിം പ്ലേ കൊടുത്തിട്ട് ഇത് കളിക്കാൻ കൊള്ളാമോ എന്ന് ചോദിച്ചു. ശരിയാണ്. അതിന്റെ മറുപടി വെറുമൊരു അഭിപ്രായമായിരുന്നില്ല. ഗെയിമിന്റെ പേസിംഗ്, അതിന്റെ ബുദ്ധിമുട്ട്, വീണ്ടും കളിക്കാൻ തോന്നുമോ എന്നൊക്കെ ഒരു എക്സ്പേർട്ട് ഗെയിം റിവ്യൂവർ പറയുന്ന പോലെയുണ്ടായിരുന്നു. ഓഹോ. പിന്നെ മറ്റൊന്ന്, ആ പോളി മാർക്കറ്റ് പ്രെഡിക്ഷൻ എക്സ്ചേഞ്ചുമായി കണക്ട് ചെയ്തത്. അത് ശരിക്കും അഡ്വാൻസ്ഡ് ആണ്. എക്സലിലെ സംഭാഷണങ്ങൾ റിയൽ ടൈമിൽ നോക്കി. കാലാവസ്ഥ, കളിക്കാരുടെ മാറ്റം, ബാറ്റിംഗ് ആവറേജ്. മസ്ക് ഊന്നി പറഞ്ഞൊരു കാര്യമുണ്ട്, ഗ്രോക്ക് അടിസ്ഥാന തത്വങ്ങളിൽ നിന്നാണ് കാര്യങ്ങൾ പഠിക്കുന്നതെന്ന്. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്. ഒരു AI-ക്ക് അതിന്റെ അർത്ഥം എന്തായിരിക്കും? ശരിക്കും ഡീപ്പായി ചിന്തിക്കാൻ കഴിയും എന്നാണോ? ഒരു സാധ്യത അതാണ്. അതായത് വെറുതെ ഡാറ്റ ഓർത്തു വെക്കുകയല്ല, മറിച്ച് എന്താ പറയുക, സാഹചര്യം അനലൈസ് ചെയ്ത് ലോജിക്കലായി പുതിയൊരു നിഗമനത്തിൽ എത്താനുള്ള കഴിവ്. അതാണ് ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പെർഫോമൻസ് ബെഞ്ച് മാർക്കിൽ എങ്ങനെയായിരുന്നു? ചില കണക്കുകൾ പുറത്തു വന്നിരുന്നല്ലോ. വന്നിരുന്നു. ഹ്യൂമാനിറ്റി ലാസ്റ്റ് എന്നൊരു ടെസ്റ്റുണ്ട്. അതിൽ GPT 3.5 പ്രോയ്ക്ക് 26% കിട്ടിയപ്പോൾ ഗ്രോക്ക് 4ന് 35% കിട്ടി. കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവർ കൊടുത്തപ്പോൾ അത് 45% വരെയായി. അതൊരു വലിയ ലീഡാണല്ലോ. തീർച്ചയായും. അതുപോലെ GPQA എന്ന ടെസ്റ്റിൽ ഏകദേശം 87-88%. പിന്നെ കോഡിംഗ് ടെസ്റ്റായ സ്വീബെഞ്ചിൽ 72-75%. ഇതൊക്കെയാണ് പുറത്തുവന്ന ഡോക്യുമെന്റിലെ സ്കോറുകൾ. അടുത്ത ബെഞ്ച് മാർക്ക് റിസൾട്ടുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ശരിയാണ്. പക്ഷേ ഈ നേട്ടങ്ങൾക്കിടയിൽ ഒരു കരിനിഴൽ വീണില്ലേ ലോഞ്ചിന് തൊട്ടുമുൻപ്? അതെ, ആ മെക്ക ഹിറ്റ്ലർ സംഭവം. അതെന്തായിരുന്നു സംഭവം? ഗ്രോക്ക് പെട്ടെന്നൊരു വിചിത്ര പേഴ്സണാലിറ്റിയിലേക്ക് മാറി അല്ലേ? അതെ, വളരെ മോശമായ, പലരും അപലപിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു. അത് വലിയ കോളിളക്കമുണ്ടാക്കി. ഇതിനെ ഫ്രീ സ്പീച്ചായിട്ടൊക്കെ ചിലർ പറഞ്ഞു. പക്ഷേ പൊതുവെ വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. അതിന്റെ ഫലമായി എക്സിന്റെ CEO ലിൻഡ യാക്കിരിനോ രാജിവെച്ചു, വെറും 24 മണിക്കൂറിനുള്ളിൽ. ഓ, അത്രയ്ക്ക് സീരിയസ് ആയിരുന്നോ? എന്തായിരുന്നു കാരണം? എഞ്ചിനീയർമാർ പിന്നെ കണ്ടുപിടിച്ചു, ഗ്രോക്കിന്റെ കോഡ് വെച്ചിരുന്ന ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിയിൽ ഒരു ചെറിയ സെറ്റിംഗ്, ഒരു ഫ്ലാഗ് മാറിപ്പോയതാണ് പ്രശ്നമായത്. ഒരു ടെക്നിക്കൽ എറർ. അതെ, ആ ഫ്ലാഗ് മാറ്റിയപ്പോൾ ആ പ്രശ്നം തീർന്നു, ആ പേഴ്സണാലിറ്റി പോയി. അപ്പോ ചെറിയൊരു പിഴവ്, പക്ഷെ ഇത് വലിയ AI മോഡലുകളുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? തീർച്ചയായും. ഇത് കാണിക്കുന്നത് ഈ വലിയ മോഡലുകൾക്ക് എത്രത്തോളം സൂക്ഷ്മമായ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഗാർഡ് റെയിൽസ് വേണമെന്നതാണ്. ഒരു ചെറിയ പിഴവ് മതി കമ്പനിയുടെ മുഴുവൻ റെപ്യൂട്ടേഷനും പോകാൻ. ആ റേസർ തിൻ മാർജിൻ എന്ന് പറയില്ലേ, അതുപോലെ. ഈ വിവാദമൊക്കെ നടക്കുമ്പോഴാണ് മസ്ക് സൂപ്പർ ഗ്രോക്ക് എന്ന പേരിൽ പുതിയൊരു സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നതല്ലേ? അതെ, മാസം $300 വിന. $300? എന്താണ് അതിൽ കൂടുതൽ കിട്ടുന്നത്? കൂടുതൽ ഡീപ്പായി ചിന്തിക്കാനുള്ള കഴിവ്, കൂടുതൽ നേരം ഉപയോഗിക്കാനുള്ള ലിമിറ്റ്, പിന്നെ ഒരു ബിഗ് ബ്രെയിൻ മോഡ് ബീറ്റ വെർഷനും. ഇതിന്റെ സാധ്യതകൾ എങ്ങോട്ടൊക്കെ പോകാം? ടെസ്ലയിലോ സ്പേസ് എക്സിലോ ഒക്കെ ഉപയോഗിക്കുമോ? അതാണ് പ്രതീക്ഷ. ടെസ്ല ഓട്ടോ പൈലറ്റ് ടീമും സ്പേസ് എക്സ് ഫ്ലൈറ്റ് സോഫ്റ്റ്വെയർ ടീമുമൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. സിസ്കോയുടെ സഹസ്ഥാപകൻ ലിയോ ഫാനൊക്കെ പറയുന്നത് ഫാക്ടറി റോബോട്ടുകളിലോ ഓട്ടോണമസ് കാറുകളിലോ ഒക്കെ ഗ്രോക്ക് ഉടൻ എത്തിയേക്കാമെന്നാണ്. അതായത് ഡിജിറ്റൽ ചിന്തയെ റിയൽ വേൾഡ് ആക്ഷനുമായി കണക്ട് ചെയ്യുന്നു. അതെ, അതൊരു വലിയ മാറ്റമാകും. അപ്പോൾ ചുരുക്കത്തിൽ ഗ്രോക്ക് 4 വളരെ പവർഫുള്ളായ, ബെഞ്ച്മാർക്കിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു AI മോഡലാണ്. അപ്പോ ഇവിടെ നമ്മൾ കേൾക്കുന്ന നിങ്ങൾക്കായൊരു ചോദ്യം. ഗ്രോക്ക് പോലുള്ള AI-കൾ ചിലപ്പോൾ വിവാദപരമായ കാര്യങ്ങൾ പറയുമ്പോൾ പോലും അതിന് പൂർണ്ണമായ ഒരു സംസാര സ്വാതന്ത്ര്യം വേണോ? അതോ മനുഷ്യർക്ക് ദോഷകരമാകാതിരിക്കാൻ അതിന് കർശനമായ നിയന്ത്രണങ്ങൾ, അതിർവരമ്പുകൾ വേണോ? ഈ ഒരു സംഭവം
AI യുടെ സ്വാതന്ത്ര്യത്തെയും നിയന്ത്രണങ്ങളെയും കുറിച്ച് നിങ്ങളെക്കൊണ്ട് എന്ത് ചിന്തിപ്പിക്കുന്നു?